അപ്പോ അല്ല ക്രിസ്റ്റീന എന്ത്? ക്രിസ്റ്റീനയാണ് നമ്മുടെ കൂടെ വരുന്നത്. അല്ല ടോമിന്റെ കൂടെ വരുന്നത്. അല്ല അപ്പൊ ബോസ് പറഞ്ഞില്ലേ? കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബോസാ പറഞ്ഞ എന്റെ കൂടെ അല്ല ബോസ് പറഞ്ഞല്ലേ പറഞ്ഞത്? ഇല്ല കേറിക്കാ എന്റെ അടുത്താണ്. ഭയങ്കര മഴ. ഓക്കെ മഴ വരുന്നു ചെല്ലി ധൃതി പിടിച്ച് വരാന്ന് പറയണ്ട. വേണ്ട തിരിച്ചു വരണ്ട കേട്ടാ. മഴയൊക്കെ അല്ലേ റൊമാൻറ്റിക് ആയിട്ട് പാർക്കിലൊക്കെ പോയിട്ടൊക്കെ വന്നാ. നീ എന്നെ കണ്ടിട്ട് വെക്കാൻ ഞാൻ മനഃപൂർവ്വം പോയതല്ലോ. അല്ല നിങ്ങൾ മനഃപൂർവ്വം പോയതല്ല. നിങ്ങൾ പ്രേതമാണല്ലോ വണ്ടിക്കത്തിരുന്നത് അല്ലേ? നിങ്ങളല്ല വണ്ടി ഓടിച്ചതോ? എടി വണ്ടി ഓടിച്ചത് പോയതൊക്കെ ഞാൻ തന്നെ. പക്ഷെ ഞാൻ അറിഞ്ഞു ഈ പിശാചാണ് എന്നോട് പറഞ്ഞത്. ഞാൻ വിചാരിച്ചത് ബോസ് വണ്ടി കയറിയുന്നില്ല. അവിടെ ആടികാട്ടിയുടെ നടപ്പ് കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ. എന്തോന്ന് നിങ്ങളായിരിക്കും ഒരുമിച്ച് പോന്നേന്ന്. എടി നീ ഇത് എന്തോന്ന് അറിഞ്ഞിട്ട് പറയണത്? ഇത് അമൽ ബോസ് പണി വെച്ചതാണെന്ന്. നമുക്ക് എന്ത് പണി? നീ കുറെ പണി അങ്ങോട്ട് വെച്ചല്ല. കാരണം ഇത് എന്തോ ആയിരുന്നു പോകണം. പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, ഇടയിൽ കിടന്ന് അലമ്പുണ്ടാക്കണം. കുറെ ആയപ്പോഴത്തേക്ക് അവർക്ക് തോന്നി കാണും ഒരു പണി തിരിച്ചു തരാമെന്ന്. അങ്ങനെ ഒരു പണി വെച്ച് ഒരു പ്രാവശ്യം പ്ലാൻ ചെയ്ത് വെച്ച്, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ അറിഞ്ഞില്ല എവളാണ് കാരണം എത്തിക്കുന്നത്. ഞാൻ അമൽ ബോസ് ആണെന്ന് പറഞ്ഞ് കാർ അങ്ങോട്ട് എടുത്ത് നോക്കിയപ്പോൾ അടുത്ത് ഇവളിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ടോമിനൊന്നും മനസ്സിലാവത്തില്ല, കൊച്ചുകുട്ടിയാണല്ലോ. കാറി പിന്നെ അവളെ കണ്ടെങ്കിൽ ടോമിൽ ഇറങ്ങി വരായിരുന്നല്ലോ പുറത്തോട്ട്. എടി എനിക്കാണ് ഫയലും കൊണ്ട് അവിടെ അത്യാവശ്യമായിട്ട് പോകാൻ വേണ്ടി നിന്നത്. സാറ് വെയിറ്റിംഗ് എന്ന് പറയില്ലേ ഇവിടെ? ഞാൻ ഒരു കാര്യം പറയട്ടെ ടോമേ, ടോം ഒരു മണ്ടനാ, അല്ലെങ്കിൽ മണ്ടനായിട്ട് അഭിനയിക്കുന്നു. ടോമിന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ, ബാക്കി എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ടോം ഇങ്ങനെ ഓരോരുത്തരും വളം വെച്ച് കൊടുത്തിട്ടാണ് അവളിങ്ങനെ തലയിൽ കയറി നടക്കുന്നത്. ടോമിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് ചെയ്യും. ഇതിനകത്ത് ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്താണ് വളം വെച്ച് കൊടുത്തത്? ടോം ഒന്നും ചെയ്യാത്തതുകൊണ്ടാണല്ലോ അവളിങ്ങനെ പൊതിഞ്ഞു കൂടി നടക്കുന്നത്. പറയുന്നത് മുഖത്ത് നോക്കി പറയണം, അത്ര തന്നെ. നീ തന്നെ പറയണത് ഇതൊക്കെ. ഇത് ഇപ്രാവശ്യം പറയുമ്പോ നീ ഇത് തന്നെ പറയണം. ഇത് പോയി തുറന്നങ്ങ് പറഞ്ഞ് ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കറിയാതെ എങ്ങനെ പറയണമെന്നുള്ളത്. ടോമിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ദേഷ്യം വരുമ്പോ എന്റെ അടുത്ത് തുള്ളിച്ചാടും എന്റെ തലേ കയറാൻ മാത്രമേ ടോമിന് പറ്റത്തുള്ളൂ. അത് നിർത്തും. ഇതെല്ലാം കൂടെ ചെന്ന് പറഞ്ഞു കൊടുക്കാം. പണല്ലേ അപ്പൊ നോക്കാം. നീ എത്ര സഹിക്കണം? ഇത് എന്തോന്നത്? ഇന്ന് ഞാൻ ഇതെല്ലാം പറയും. നോക്കൂ.